എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ചാപ്റ്റർ 6 ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 6 എന്ന് പറയുമ്പം 1 to 5 ചാപ്റ്റേഴ്സ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്, 6-7 ചാപ്റ്റേഴ്സാണ് ഇൻഷുറൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുവാണ് ചാപ്റ്റർ 6 കേട്ടോ. അപ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷൻ, ബാങ്കിങ്, EDP മൂന്നിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലത്തെ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻഷുറൻസ്, ഡിഫൈൻ ഇൻഷുറൻസ് എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതിന് എഴുതാൻ പറ്റിയ ഒരു ആൻസർ ആണിത്. അക്കോർഡിംഗ് ടു ജോൺ മെഗി, ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ വേർ ഇൻ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് ദ റിസ്ക്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റിസ്ക് ഒഴിവാക്കാനാണല്ലോ ഇൻഷുറൻസ് എടുക്കുന്നത്. ഇപ്പോൾ മറൈൻ ഇൻഷുറൻസ് ആയിക്കോട്ടെ, വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, എന്തെങ്കിലും ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി, ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ അതെന്താണ് എന്നൊന്നും കൂടി പറയുന്നുണ്ട് ഇവിടെ. ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് നൽകുന്നത്, അല്ലെ, എഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ ലോസസ്. നമുക്ക് അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അപ്പോൾ അവിടെ ഒരുപാട് ചിലവുകൾ വരും. അപ്പോൾ ആ ഒരു ചിലവിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുത്തിട്ടുണ്ടായിരിക്കണം, മുന്നേ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരും. അപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാലോ, എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻസിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, സാമ്പത്തിക നഷ്ടം നമുക്കില്ലാതിരിക്കാൻ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നതാണ് ഇൻഷുറൻസ്. അതിപ്പോൾ ഏത് സിറ്റുവേഷൻ, ഹെൽത്ത് ആയിക്കോട്ടെ, വെഹിക്കിൾ ആയിക്കോട്ടെ, മറൈൻ ആയിക്കോട്ടെ, ഒരുപാട് ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂട്ട് റിസ്ക് എമംഗ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരുപാട് പേർക്കാണ് ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് ദ ലോസസ് ആൻഡ് റേസസ് എ കോമൺ ഫണ്ട് ടു മീറ്റ് ലോസസ്. ഇവർ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് എന്താ പറയുക, ഒരു സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ നഷ്ടങ്ങൾ നികത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അതിനുള്ള ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൽ എത്ര പാർട്ടീസ് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ രാഹുൽ ടേക്സ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഫ്രം ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പം ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ് നമ്മുടെ രാഹുൽ. നെയിമിങ് ഹിസ് വൈഫ് പ്രിയ ആസ് ദി ബെനിഫിഷ്യറി. അപ്പോൾ നമുക്കൊരു നോമിനീനെ വെക്കണം, അല്ലെ. നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഫണ്ട് കിട്ടുന്നത് നോമിനിക്കായിരിക്കും. അപ്പോൾ നോമിനീനെ വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി. അപ്പോൾ ബെനിഫിഷ്യറി ആയിട്ട് രാഹുലിൻ്റെ ഭാര്യ പ്രിയേനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആരുടെ പേരിലാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആളെ വിളിക്കുന്ന പേര് ഇൻഷുർഡ്. ഇനി എവിടെ നിന്നാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്? ഓക്കെ, ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അവരെ വിളിക്കുന്ന പേര് ഇൻഷുറർ. ഇനി ആരാണ് ഇവിടെ നോമിനി ഓർ ബെനിഫിഷ്യറി? നമ്മുടെ പ്രിയ, രാഹുലിൻ്റെ വൈഫ്, അല്ലേ. അങ്ങനെയാണ് 3 ആൾക്കാർ ഇതിൽ വരുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം. നമ്മുടെ ഇൻഷുറൻസ്, ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, 3 ആൾക്കാരാണ് വരിക. ഇൻഷേർഡ്, അതായത് അക്കൗണ്ട് ഹോൾഡർ, ആരാണോ ഇൻഷുറൻസ് എടുക്കുന്നത്. ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനിയാണ്, അത് നൽകുന്നതാണ് ഇൻഷുറർ. ദെൻ ബെനിഫിഷ്യറി, നമ്മളൊരു നോമിനി ആയിട്ട് ആ ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു വ്യക്തിയെ, നോമിനി ആയിട്ട് വെക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി. അപ്പോൾ ഇൻഷുർഡ്, ഇൻഷുറർ, ബെനിഫിഷ്യറി എന്നുള്ളതാണ് 3 പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇൻഷുറൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ടേംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷുറൻസ് പോളിസി. എന്താണ് ഇൻഷുറൻസ് പോളിസി? എ റിട്ടൺ കോൺട്രാക്ട് ഔട്ട്ലൈനിങ് ദ ഇൻഷുറൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എല്ലാം എഴുതിയിട്ടുള്ള, എന്ന് ഇൻഷുറൻസ് എടുത്തു, എന്ന് വരെയാണ്, എന്ത് ഇൻഷുറൻസ് ആണ്, എങ്ങനെയാണ് എമൗണ്ട് അടയ്ക്കുന്നത്, എത്ര രൂപയാണ്, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ, അങ്ങനെ ആ ഒരു ഇൻഷുറൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം എഴുതിക്കൊണ്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെന്റ് ഓർ റിട്ടൺ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് പ്രീമിയം? ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ഇൻഷേർഡ് ഫോർ കവറേജ്. അതായത് ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ ആണെന്ന് വിചാരിക്കാം. 1 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി, അല്ലെങ്കിൽ ഹാഫ് ഇയർലി, അല്ലെങ്കിൽ ആനുവലി നമ്മളൊരു എമൗണ്ട് അടച്ചു കൊടുക്കണം. അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഇൻഡെംനിറ്റി ആണ്.
ദ എമൗണ്ട് പെയ്ഡ് വെൻ എ ലോസ് ഒക്യൂഴ്സ്, അതായത് ഒരു നഷ്ടം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തു, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കും, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ചിലവായ തുകയാണല്ലോ അവർ നമുക്ക് തരിക, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെംനിറ്റി. ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരു 35,000 രൂപ ചിലവായി, അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുക. ഇൻഡെംനിറ്റിയുടെ മലയാളം നഷ്ടം നികത്തൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 3 ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ്. ഇനി അടുത്തത് ക്ലാസസ് ഓഫ് ഇൻഷുറൻസ് ആണ്. പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി ഇൻഷുറൻസ്, സെക്കൻഡ് വൺ പേഴ്സണൽ ഇൻഷുറൻസ്. ഇനി വീണ്ടും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് ടു യുവർ ലവ്ഡ് വൺസ് ഇൻ ദി ഇവന്റ് ഓഫ് യുവർ ഡെത്ത്, ടിപ്പിക്കലി പേയിങ് എ ലംസം എമൗണ്ട് ടു യുവർ ബെനിഫിഷ്യറീസ്. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ മരണശേഷം ഒരു തുക നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ബെനിഫിഷ്യറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് മെയിനായിട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. മെയിനായിട്ട് എടുക്കാറുള്ളത് ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുന്നത് എപ്പോഴാണ്? ഇവന്റ് ഓഫ് യുവർ ഡെത്ത്, മരണത്തിൻ്റെ സമയത്താണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. ആർക്കാ കിട്ടുക? നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ മരിച്ചില്ലേ. അപ്പോൾ ഇനി ആർക്കാ കിട്ടുന്നതെന്ന് വെച്ചാൽ ലവ്ഡ് വൺസ്, അതായത് നമ്മളൊരു ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പം രാഹുലിൻ്റെ ഭാര്യയുടെ പേര് എഴുതി കൊടുത്തില്ലേ, അതേപോലെ ആരുടെ പേരാണോ ബെനിഫിഷ്യറിയുടെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ആൾക്കാർക്കും ഈ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ദെൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നഷ്ടം നികത്തലല്ല. ബാക്കി എല്ലാ ഇൻഷുറൻസും, ഹെൽത്ത് ആയിക്കോട്ടെ, മറൈൻ ആയിക്കോട്ടെ, ഏത് ഇൻഷുറൻസ് ആയാലും, ഫയർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, എല്ലാം കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. അതായത് അവിടെ എന്താണ് നഷ്ടം വന്നിരിക്കുന്നത്, ഹെൽത്ത് ആണെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് അവിടെ ചിലവായത് അത് തരും, അല്ലെങ്കിൽ ഫയർ ആണെങ്കിൽ എത്ര രൂപയുടെ നാശനഷ്ടമാണ് അവിടെ കത്തി നശിച്ചത് അതിൻ്റെ പൈസ നമുക്ക് തരും, വെഹിക്കിൾ ആണെങ്കിൽ അങ്ങനെ. പക്ഷേ അപ്പോൾ ഇവിടെ എല്ലാവിടെയും നമ്മുടെ മറൈനിലും ഫയറിലും വെഹിക്കിളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നഷ്ടം നികത്തലാണ്, അതായത് ഇൻഡെംനിറ്റി. അതെല്ലാം ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്, നഷ്ടം നികത്തലാണ്, നഷ്ടം നികത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് പകരം എത്ര രൂപ കൊടുത്താലും അതാവോ? ഇല്ലല്ലോ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അല്ല. അത് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ആസ് ഇറ്റ് പ്രൊവൈഡ് എ ഫിക്സഡ് സം ഓഫ് മണി, ഇവിടെ പൈസ കൊടുക്കുന്നുണ്ട്, ഇത്ര നാൾ അടച്ചൊരു തുക അല്ലെങ്കിൽ എത്ര രൂപയുടെ ഒരു കവറേജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ആളുടെ ജീവന് പകരമായിട്ടുള്ളൊരു തുകയല്ല കൊടുക്കുന്നത്. ആൾ അടച്ച തുകയോ ആ ഒരു കവറേജ് ആണ് അവിടെ കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു നഷ്ടം, നിങ്ങളുടെ ഭർത്താവ് മരിച്ചതിനുള്ള നഷ്ടം നികത്തി തരുന്നു എന്ന് പറഞ്ഞല്ല അതൊരിക്കലും കൊടുക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലൈഫ് ഇൻഷുറൻസ് കഴിഞ്ഞു. രണ്ടാമത്തേത് ജനറൽ ഓർ നോൺ ലൈഫ് ഇൻഷുറൻസ് ആണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്തതൊക്കെ ഇതിന് കീഴേ വരും, ജനറൽ ഓർ നോൺ ലൈഫ് ഇൻഷുറൻസിന് കീഴേ വരും. അതാണ് വെഹിക്കിള്, ഹോം, ഹെൽത്ത്, പ്രോപ്പർട്ടി, ആക്സിഡൻറ്റ്, സിക്നസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെ പലതരം ഇൻഷുറൻസുകൾ ഉണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസും ഉണ്ട്, നോൺ ലൈഫ് ഇൻഷുറൻസും ഉണ്ട് കേട്ടോ. അടുത്തത് എന്താണ് ഹൾ ഇൻഷുറൻസ്? ഇതൊക്കെ 2 മാർക്കിന് സാധ്യതയുള്ളതാണ്. ഹൾ ഇൻഷുറൻസ് കവേഴ്സ് ദ ഡാമേജ് ടു എ വെസൽസ് ഹൾ, മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്. ഇവിടെ വെസൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്പാണ് കേട്ടോ. ഷിപ്പിന്റെ ആ ഒരു ഭാഗത്തെയാണ്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് മറൈൻ ഇൻഷുറൻസ് തന്നെയാണ്. നമ്മുടെ ആ ഒരു ഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു കവറേജ് കൊടുക്കുന്നതാണ് ഹൾ ഇൻഷുറൻസ് കേട്ടോ. ഡാമേജ് ടു വെസൽസ് ഹൾ, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഷിപ്പിലുള്ള കാർഗോസ് ആവാം, മെഷീനറി ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, അതിന് കൊടുക്കുന്നതാണ് ഹൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഗോയും ഹൾ ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? മറൈൻ കാർഗോ ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫോർ കൺസ്യൂമേഴ്സ് ഗുഡ്സ് വൈൽ ദേ ആർ ബീയിങ് ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് കാർഗോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സാധനങ്ങൾ നമ്മൾ കൊച്ചിയിൽ നിന്നും വേറെ എങ്ങോട്ടേക്ക്, മുംബൈയിലേക്ക് എങ്ങാനും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുവാണ്. അപ്പോൾ ആ വസ്തുവിന് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് കാർഗോ ഇൻഷുറൻസ്. പക്ഷേ ആ ഒരു എൻറ്റയർ വെസൽ ലൈക്ക് എൻറ്റയർ ഷിപ്പിന് അല്ലെങ്കിൽ അവിടുത്തെ മെഷീനറീസിനൊക്കെ കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹൾ ഇൻഷുറൻസ്. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഏതൊരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അല്ല ഇവിടെ പറയുന്നത്, ഏതൊരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെയും ഫീച്ചേഴ്സ് ആണ്. കൺസിഡറേഷൻ, അതായത് ഇവിടെ എന്തെങ്കിലും നമ്മൾ സംതിങ്
വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മാസം മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി നമ്മൾ പൈസ അടയ്ക്കുന്നുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് ആയിട്ട് വേണം. അടുത്തത് കോപ്പറേറ്റീവ് എൻഡേവർ ആണ്, അതായത് ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ വർക്ക് ടുഗെദർ, രണ്ടുപേരും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പൈസ അടയ്ക്കണം, ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് കവർ ചെയ്ത് കൊടുക്കണം, ഇൻഡംനിഫൈ ചെയ്ത് കൊടുക്കണം. ദെൻ അടുത്ത പോയിന്റ് പ്രൊട്ടക്ഷൻ ഓഫ് മോണിറ്ററി റിസ്ക്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസ് വന്നു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഗുഡ് ഫെയ്ത്ത്, പാർട്ടീസ് മസ്റ്റ് ആക്ട് ഓണസ്റ്റ്ലി ആൻഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. നമ്മളിപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു, നമ്മൾ സ്വന്തം നമ്മുടെ ബിൽഡിംഗ്, ഇപ്പം ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനാണ് ഫയർ ഇൻഷുറൻസ് എടുത്തത്. അപ്പോൾ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വേണ്ടി ഞാൻ സ്വയം അതിന് തീ കൊളുത്താനൊന്നും പാടില്ല, അങ്ങനെ തീ പിടിപ്പിക്കാനൊന്നും പാടില്ല. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് വേണം നമ്മൾ ഇൻഷുറൻസിൽ നിൽക്കാനായിട്ട്. ദെൻ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി, നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് ഒഴികെ എല്ലാ കോൺട്രാക്റ്റും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ആണ്, നഷ്ടം നികത്തലാണ്. ഇൻഷുറൻസ് ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് അല്ല, ഒരു ചൂതാട്ടം പോലെ ബെറ്റ് വെക്കലൊന്നുമല്ല ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് വെച്ചാലും നിങ്ങൾക്കിത് എഴുതാം. ആ ഇൻഡംനിറ്റിയുടെ കേസ് മാത്രം ലൈഫ് ഇൻഷുറൻസിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈഫ് ഇൻഷുറൻസിൽ എഴുതുന്ന സമയത്ത് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് എഴുതണം കേട്ടോ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് ആണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ഇൻഷുറൻസ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എലമെന്റ്സ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊരു 6 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ ഇൻഷുറൻസ് കമ്പനി ഒരു ഓഫർ വെക്കുന്നു, ഇത്ര രൂപയ്ക്ക് ഇൻഷുറൻസ് അവൈലബിൾ ആണ്, സോ ഒരു ഓഫർ വെക്കുന്നു, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. രണ്ട് കൂട്ടരും തമ്മിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം. ഇൻഷുറൻസ് കമ്പനിയും നമ്മളെ പറ്റിക്കാൻ പാടില്ല, നമ്മൾ അവരെയും പറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ കൺസെൻസസ് അഡിഡിയം, ഇത് നിങ്ങൾ തേർഡ് സം ബിസിനസ് റെഗുലേഷനിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ദ പാർട്ടീസ് മസ്റ്റ് അഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്, അഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അതായത് ഇപ്പം നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമ്മളടുത്ത് പറയുന്നു ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, പക്ഷെ നമ്മൾ കേട്ടത് ലൈഫ് ഇൻഷുറൻസ് എന്നാ. അപ്പൊ പിന്നെ കാര്യങ്ങൾ പ്രശ്നമാവില്ലേ? അപ്പൊ അതുകൊണ്ട് രണ്ട് കൂട്ടരും ഒരേ കാര്യം ഒരേ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതാണ് കൺസെൻസസ് അഡിഡിയം. ദെൻ കോമ്പറ്റൻസി ഓഫ് ദ പാർട്ടീസ്, രണ്ടുപേരും ഈ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം. 18 വയസ്സൊക്കെ തികഞ്ഞ് നല്ല സൗണ്ട് മൈൻഡ് ഉള്ള, ബുദ്ധിക്ക് വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. ദെൻ ഫ്രീ ആൻഡ് ലോഫുൾ കൺസിഡറേഷൻ, തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു പൈസയുടെ കൈമാറ്റം, എന്തെങ്കിലും ഒരു കൈമാറ്റം അവിടെ കൺസിഡറേഷൻ നടന്നിട്ടുണ്ടായിരിക്കണം. ദെൻ ലീഗൽ ഒബ്ജക്റ്റ്, ഒരു ലോഫുൾ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്, മനസ്സിലായോ? ഇതാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് സ്പെഷ്യൽ കോൺട്രാക്ട്. സ്പെഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ചോദിക്കുന്ന ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഓണസ്റ്റ് ആയിട്ട് നമ്മളതിൽ നിൽക്കണം. ദെൻ സബ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻഷുറർ ടേക്സ് ഓവർ ദി ഇൻഷുർഡ് റൈറ്റ്സ് ടു റിക്കവർ ദി ലോസസ്. അതായത് ഇപ്പം ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, അപ്പം എൻ്റെ ആ ഒരു നഷ്ടങ്ങളൊക്കെ നികത്തി തരാനായിട്ട് പൂർണ്ണ അധികാരം ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ട്. അപ്പം നമ്മുടെ പല കാര്യങ്ങൾക്കും വളരെ അവകാശത്തോടു കൂടി ഇടപെടാനുള്ള ഒരു എന്താ പറയുക, ഒരു റൈറ്റ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. ദെൻ കോൺട്രിബ്യൂഷൻ ആണ്, ഇൻഷുറർ ഷെയർ ദ ലോസ് ഇഫ് മൾട്ടിപ്പിൾ പോളിസീസ് കവർ ദ സെയിം റിസ്ക്. അതായത് ഇപ്പം ഞാനൊരു 4 ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, പല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും 4 ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 30,000 രൂപയുടെ ചിലവ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 40,000 രൂപയുടെ ചിലവ് വന്നു, അപ്പോൾ ഓരോരുത്തരും നമുക്ക് 40,000 രൂപ തരില്ല, അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് പൈസ തരിക. ഓരോരുത്തർ 10,000 വെച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നുണ്ടായിരിക്കാം. ദെൻ അടുത്തത് മിറ്റിഗേഷൻ ഓഫ് ലോസ് ആണ്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ലോസ് മിനിമൈസ് ചെയ്ത് തരുവാണ് അവിടെ ചെയ്യുന്നത്. ദെൻ പ്രോക്സിമേറ്റ് കോസ്, ദ ഇൻഷുറർ ഓൺലി കവർ ദ ലോസ് കോസ്റ്റ് ഡയറക്ട്ലി ബൈ ദ ഇൻഷുർഡ് ഇവൻറ്റ്. ഇപ്പം ഞാൻ ഫയർ ഇൻഷുറൻസ് എടുത്തത് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടെ തീപിടുത്തം ഉണ്ടായാൽ മാത്രമേ അവർ പൈസ തരുള്ളൂ. അതായത് 10ാമത്തെ ഫ്ലോറിൽ തീപിടുത്തം ഉണ്ടായാൽ അവർ പൈസ തരില്ല, കാരണം അവരുടെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടി എടുത്തു എന്നാണ്. മനസ്സിലായി? അപ്പോൾ അതാണ് പ്രോക്സിമേറ്റ് കോസ്. എന്താണോ കോസ്, എന്താണോ കാരണം പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടി മാത്രമേ അവർ കൊടുക്കുള്ളൂ, ലോസ് നികത്തി കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് സ്പെഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
അടുത്തൊരു ടേമാണ് എന്താണ് റീഇൻഷുറൻസ്. Reinsurance is a way for insurers to manage risk. It involves transferring the part of the risk to another insurer. This helps the original insurer reduce their risk exposure. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് XYZ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ട്രാൻസ്ഫർ 50% ഓഫ് എ 1 lakh പോളിസി ടു ABC ഇൻഷുറൻസ് ടു ഷെയർ ദ റിസ്ക്. ഇപ്പം ഞാൻ XYZ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ 1,00,000 കവറേജ് ആണ്, അല്ലെങ്കിൽ 1,00,000 ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ പോയിട്ട് XYZ പോയിട്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഈ XYZ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഈ 1 lakh ആര് തരണം? നമുക്ക് XYZ തരണം. അപ്പോൾ 1 lakh അവരുടെ കയ്യിൽ നിന്ന് പോവില്ല. അപ്പോൾ അതിന് വേണ്ടി അവരെന്ത് ചെയ്യും? ഇത് ഷെയർ ചെയ്യും. ഈ 1 lakh എന്ന് പറയുന്നത് ഒരു ABC എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഷെയർ ചെയ്യും. അപ്പോൾ 50,000 രൂപ XYZും 50,000 രൂപ ABCയും തരുന്ന വിധത്തിൽ അതിനെ മാറ്റും. അപ്പോൾ ഈ 2 ഇൻഷുറൻസ് കമ്പനിക്കും ഇൻഷുറൻസ് കിട്ടുകയും ചെയ്തു, ഒരു പോളിസി കിട്ടുകയും ചെയ്തു. എന്നാൽ 1,00,000 ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പോകണമില്ല. 50,000 വെച്ച് ഓരോരുത്തർ എടുത്ത് തന്നാൽ മതി. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് ആ ഒരു 1 lakh കവറേജ് കിട്ടിയാൽ മതി. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ട്രാൻസ്ഫറിങ് പാർട്ട് ഓഫ് ദ റിസ്ക് ടു അനദർ ഇൻഷുറർ. XYZ നമ്മൾ എടുത്തതാണ്, അവരാർക്ക് പാസ് ചെയ്തു? ABCക്ക് അതിൻ്റെ 50% പാസ് ചെയ്തു. ഇപ്പം 50 ആവണമെന്നില്ല, അങ്ങനെ പാസ് ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് എന്ന് പറയുക. അടുത്തത് ഡബിൾ ഇൻഷുറൻസ്. Double insurance occur when an individual takes out 2 or more insurance policies with the different insurers to cover the same risk. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സെയിം ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ പോയി എടുക്കുവാണ്. അതിനെയാണ് നമ്മൾ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുക. ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഞാൻ XYZ അടുത്ത് പോയി എടുത്തിട്ടുണ്ട്, ABCയുടെ അടുത്ത് പോയി എടുത്തിട്ടുണ്ട്, PQRൻ്റെ അടുത്ത് പോയിട്ടും എടുത്തിട്ടുണ്ട്. അതിനെയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയാം. പക്ഷേ ഇൻഷുറൻസ് കിട്ടുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും നമുക്ക് പൈസ കിട്ടില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ 40,000 രൂപയുടെ ആണെങ്കിൽ ഓരോരുത്തർ 10 വെച്ചിട്ടായിരിക്കും തരിക. അങ്ങനെ. ഇനി അടുത്തത് ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് മറൈൻ ഇൻഷുറൻസ് ആണ്. മറൈൻ ഇൻഷുറൻസ് കവേഴ്സ് ദ ലോസ് ഓർ ഡാമേജ് ഓഫ് ഷിപ്പ്, കാർഗോ ടെർമിനൽസ് ആൻഡ് എനി ട്രാൻസ്പോർട്ട് ഓർ കാർഗോ ബൈ വിച്ച് പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ്. അതായത് നമ്മുടെ ഷിപ്പ്, കാർഗോ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നതാണ് മറൈൻ ഇൻഷുറൻസ്. അതിൽ കുറച്ച് ടൈപ്സ് വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് മറൈൻ പോളിസി. വോയേജ് പോളിസിയാണ്. ഈ വോയേജ് പോളിസി കവേഴ്സ് ദ സബ്ജക്റ്റ് മാറ്റർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആ സബ്ജക്റ്റ് മാറ്റർ, അതായത് ഇപ്പോൾ നമ്മൾ ഷിപ്പിൽ നമ്മുടെ ഒരു വണ്ടി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് എടുക്കുന്ന പോളിസി, അതാണ് വോയേജ് പോളിസി എന്ന് പറയുന്നത്. അടുത്തത് ടൈം പോളിസിയാണ്. എ ടൈം പോളിസി എൻഷേഴ്സ് ദ സബ്ജക്ട് മാറ്റർ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. എത്ര നാൾ വരെ, ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. എ ഷിപ്പിംഗ് കമ്പനി ബൈസ് എ ടൈം പോളിസി ടു കവർ ദെയർ കാർഗോ ഷിപ്സ് ഫോർ 1 year. അതായത് ഒരു കമ്പനി അവർ എല്ലാ മാസവും അവരുടെ എന്തെങ്കിലും കാർഗോ ആ ഷിപ്പിൽ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോയിട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 കൊല്ലത്തേക്ക് വേണ്ടി അവരെടുത്തേക്ക് അങ്ങനെ ഒരു ടൈം പീരീഡ് പറഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ് ടൈം പോളിസി. ഇനി മിക്സഡ് പോളിസി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വോയേജിൻ്റെയും ടൈമിൻ്റെ, അതായത് സബ്ജക്റ്റ് മാറ്ററിൻ്റെയും കിട്ടും, ഒരു സ്പെസിഫിക് പീരീഡിനും വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതാണ് വോയേജ് പ്ലസ് ടൈമാണ് മിക്സഡ് പോളിസി എന്ന് പറയുന്നത്. അടുത്തത് വാല്യൂഡ് പോളിസിയാണ്. ഈ വാല്യൂഡ് പോളിസി സ്പെസിഫൈസ് ദ അഗ്രീഡ് വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ആ ഒരു സബ്ജക്ട് മാറ്ററിൻ്റെ വാല്യൂവിനായിരിക്കും നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ 1 million ഒരു കാർഗോ ആണ് നമ്മൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 1 million അത് അത്രയും വാല്യൂബിളാണ്. അപ്പോൾ ആ ഒരു വാല്യൂവിനായിരിക്കും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടായിരിക്കുക. ദെൻ അടുത്തത് ഓപ്പൺ ഓർ അൺവാല്യൂഡ് പോളിസി. ഇത് an open or unvalued policy does not specify the value of the subject matter. അതിൻ്റെ വാല്യൂ ഒന്നും പറയാത്ത സാധാരണ ഇൻഷുറൻസുകളാണ് ഓപ്പൺ ഓർ അൺവാല്യൂഡ് പോളിസി. അടുത്തത് ഫ്ലോട്ടിംഗ് പോളിസിയാണ്. ഫ്ലോട്ടിംഗ് പോളിസി കവർ ദ ഗുഡ്സ് ദാറ്റ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് ബൈ ഡിഫറെൻറ്റ് ഷിപ്സ് ഓർ റൂട്ട്. അതായത് ഒരു ഷിപ്പിൽ നിന്നും വേറൊരു ഷിപ്പിൽ, കൊച്ചിയിൽ നിന്നും വേറെ റൂട്ട് മാറി വേറെ റൂട്ടിലേക്ക് അടുത്ത ഷിപ്പിൽ കയറി, അങ്ങനെ പല രീതിക്കായിരിക്കും അത് എത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ മൊത്തം ആ ഒരു കറക്റ്റ് സ്ഥലത്ത് എത്തുന്നത് വരെയുള്ള ഒരു കവറേജാണ് അതിന് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് 6 ടൈപ്പ് ഓഫ് മറൈൻ പോളിസീസ് കേട്ടോ. അപ്പോൾ എന്താണ് മറൈൻ ഇൻഷുറൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മറൈൻ പോളിസി എന്നുള്ളത് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. 1 by 1 ആയിട്ട് 2 മാർക്കിന് ചോദിക്കാം. അടുത്തത് എന്താണ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ദ ഇൻഷുർഡ് എഗെയിൻസ്റ്റ് ദ ലോസസ് ഓർ ഡാമേജസ് കോസ്ഡ് ബൈ ദ ഫയർ. ഇപ്പോൾ ഫയർ എന്തെങ്കിലും ഒരു എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാകുന്നത് വഴി, ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത് വഴി, തീപിടുത്തത്തിനാണ് ഈ ഒരു പോളിസി നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് മെഡിക്കൽ എക്സ്പെൻസ്. നമ്മുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള ഒരു കവറേജാണ് മെഡിക്കൽ ഇൻഷുറൻസിൽ നിന്ന് കൊടുക്കുന്നത്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് എ ബ്രോഡർ റേഞ്ച് ഓഫ് ബെനിഫിറ്റ്സ്, പ്രിവെൻറ്റീവ് കെയർ, വെൽനെസ് പ്രോഗ്രാംസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ മെഡിക്കൽ എക്സ്പെൻസ് മാത്രമേ ഇവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് കുറച്ചും കൂടി വൈഡാണ്. അതിൽ കുറച്ച് പ്രിവെൻറ്റീവ് കെയറിനും വെൽനെസ് പ്രോഗ്രാംസ്, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് നേരോ ആണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കുറച്ചും കൂടി ഒരു ബ്രോഡാണ്, വൈഡാണ്. അടുത്തത് ജനറൽ ഇൻഷുറൻസ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ ഉള്ള എല്ലാ ഇൻഷുറൻസുകളും ജനറൽ ഇൻഷുറൻസിന്റെ കീഴെയാണ് വരിക. നമുക്ക് ടൈപ്സ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മളോട് 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. സോ ഫസ്റ്റ് വൺ ഓട്ടോ ഇൻഷുറൻസ് ആണ്. Auto insurance provide financial protection against the damages or losses to vehicle due to accidents, theft or other risks. അതായത് നമ്മുടെ വെഹിക്കിൾ, നമ്മുടെ വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ കളവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് നമ്മുടെ വണ്ടിക്ക് പറ്റുവാണെങ്കിൽ അതിനെടുക്കുന്ന ഇൻഷുറൻസ് ആണ്. മെയിനായിട്ട് ഈ റിപ്പയേഴ്സിനും റീപ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി, റീപ്ലേസ്മെൻറ്റ് ഇൻ ദി ഇവൻറ്റ് ഓഫ് എൻ ആക്സിഡൻറ്റ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസിന് വേണ്ടി എടുക്കുന്നതാണ് ഓട്ടോ ഇൻഷുറൻസ്. ഇനി ഡിസബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ പറ്റി, ഒരു മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് നമുക്കിനി ജോലിക്ക് പോകാൻ പറ്റാത്തത്രയും, ക്യാൻ നോ ലോങ്ങർ വർക്ക്, ജോലിക്ക് പോകാൻ പറ്റാത്ത അത്രയും എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി നമുക്ക് വരുവാണെങ്കിൽ അതിനെടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഡിസബിലിറ്റി ഇൻഷുറൻസ്. അടുത്തത് ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് ആണ്. ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ ഡാമേജസ് ഓർ ലോസസ് ടു ഹോംസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. നമ്മുടെ വീടിനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനും എന്തെങ്കിലും ഡിസാസ്റ്ററോ കാര്യങ്ങളൊക്കെ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി എടുക്കുന്നതാണ് ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നാലാമത്തത് ലോങ് ടേം കെയർ ഇൻഷുറൻസ് ആണ്. ലോങ് ടേം കെയർ ഇൻഷുറൻസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ കോസ്റ്റ് ഓഫ് ലോങ് ടേം കെയർ സർവീസസ് സച്ച് ആസ് നഴ്സിംഗ് ഹോം കെയർ അല്ലെങ്കിൽ ഹോം ഹെൽത്ത് കെയർ, അഡൾട്ട് ഡേ കെയർ, അങ്ങനെയുള്ള എന്തെങ്കിലും ദീർഘകാലത്തേക്ക് വേണ്ട ഒരു സർവീസിന് അങ്ങനെ എടുക്കുന്നതാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. അടുത്തത് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മളോട് ചോദിച്ചേക്കാം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നോൺ പേഴ്സണൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആണ്. ദിസ് മീൻസ് ദാറ്റ് ദ പോളിസി ഹോൾഡർ ആൻഡ് ദ പേഴ്സൺ ബീങ് ഇൻഷുർഡ് ഡു നോട്ട് ഹാവ് ടു ബി ദ സെയിം പേഴ്സൺ. അതായത് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തത്, ഇപ്പം നമ്മുടെ നേരത്തെ എക്സാമ്പിൾ വെച്ച് രാഹുലായിരുന്നു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ രാഹുലിൻ്റെ മരണശേഷം ആ പൈസ കിട്ടാൻ പോകുന്നത് രാഹുലിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രിയയ്ക്കാണ്. അപ്പം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായത് ICICI എന്ന് പറഞ്ഞ ഇതിൽ നിന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും ഇൻഷുറൻസ് എടുത്ത ആളെയുമായിട്ട് എന്താ പറയുക അവസാന നിമിഷം ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് മീറ്റ് ചെയ്യുന്നില്ലല്ലോ, ഭാര്യയ്ക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം വ്യക്തികളാവണമെന്നില്ല. അതാണ് ലൈഫ് ഇൻഷുറൻസ് ഒരു നോൺ പേഴ്സണൽ ഇൻഷുറൻസ് ആണെന്ന് പറയുന്നത്. ഇൻഷുറൻസ് എടുക്കുന്നത് ഒരാളും പൈസ കിട്ടുന്നത് വേറൊരാൾക്കും ആയിരിക്കും. ഇനി ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞല്ലോ, അതായത് ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ ഇൻഷുറൻസുകളും ജനറൽ ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിപ്പോൾ ഹെൽത്ത് ആയിക്കോട്ടെ, വെഹിക്കിൾ ആയിക്കോട്ടെ, മറൈൻ ആയിക്കോട്ടെ, എല്ലാം ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് തന്നെയാണ് പൈസ കിട്ടുന്നത്. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പിന്നെ നമ്മൾ എന്താണ് ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് എന്ന് പഠിച്ചു. അപ്പോൾ അത് വെച്ച് ഡിഫറൻസ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് എസ്സേക്ക് വരെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്. ഇതോട് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.